അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശ്വാസികൾ ഇന്ന് ഈദുൽ അദ്ഹ ആഘോഷിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഇറാഖിലെ ഊർ പട്ടണത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനു വേണ്ടി വാദിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകുടുംബാദികളോടും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന മനുഷ്യപ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന തൗഹീദിന്റെ ആദർശം ഉറക്കെ പറഞ്ഞു എന്ന കാരണത്താൽ തനിക്കുള്ളതെല്ലാം തനിക്കെതിരായി മാറിയ ഘട്ടത്തിൽ പോലും ഒരു അണുവിട തൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നാടുവിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ പോലും നടന്നുപോയ വഴികളിലെല്ലാം താൻ കണ്ടുമുട്ടിയ ജനവിഭാഗങ്ങളോട് മുഴുവനും ഈ ആദർശം ഉറക്കെ പറഞ്ഞു. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഓരോ ദിനങ്ങളും ഓരോ ദിവസങ്ങളും തൻ്റെ ജീവിതത്തിൽ കൊഴിഞ്ഞുപോയി. ആ ഘട്ടങ്ങളിലെല്ലാം താൻ വാദിച്ച ആദർശം, താൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിസ്ഥാന ആദർശം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഏറ്റവും മൂല്യവത്തായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം മറ്റുള്ളവരോട്, മറ്റു ജനവിഭാഗങ്ങളോട്, മറ്റു സമൂഹത്തോട് പറയുന്നതോടൊപ്പം തന്നെ ഏകനായ ആ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള പരിശുദ്ധമായൊരു ജീവിതം കാഴ്ചവെക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ച സന്നദ്ധത, മാത്രമല്ല തൻ്റെ കുടുംബത്തെ, തൻ്റെ ഇണയെ, തൻ്റെ മക്കളെ, തൻ്റെ പിൻഗാമികളെ ആ രൂപത്തിൽ യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെയും കണിശമായ ആദർശത്തിൻ്റെയും മാർഗത്തിൽ മുന്നോട്ടു പോകുന്ന രൂപത്തിൽ ക്രമീകരിക്കുവാനുള്ള നിരന്തരമായ പ്രവർത്തനവും പ്രയത്നവും പ്രാർത്ഥനയും നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി, റബ്ബുൽ ആലമീനായ സൃഷ്ടാവിന് വേണ്ടി, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന റബ്ബിന് വേണ്ടി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറായ ഒരു ജീവിതത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയും ലോകത്തിനു മുന്നിൽ, ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് മുന്നിൽ മാതൃകയാക്കി അവതരിപ്പിക്കുകയും ചെയ്യും. ഇന്ന് മുസ്ലിം ലോകം ഉൾക്കൊള്ളുന്ന അവരുടെ അടിസ്ഥാന പ്രഖ്യാപനങ്ങളെല്ലാം, അതിൻ്റെ അടിസ്ഥാന വാചകങ്ങൾ പോലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അധരങ്ങളിൽ നിന്ന് ലോകം കേട്ടതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് തക്ബീറിൻ്റെ വചനങ്ങൾ നാം ഓരോരുത്തരും ഒഴിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു മുദ്രാവാക്യത്തിനപ്പുറം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പായി സ്വീകരിക്കേണ്ട പ്രഖ്യാപനമായി അത് ഇന്ന് മുസ്ലിം ലോകം ഏറ്റെടുക്കുകയാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവനല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല, അവനാണ് ഏറ്റവും വലിയവൻ, അവനാകുന്നു അഖില സ്തുതികളുമെന്ന ഏറ്റവും മഹത്തായ തക്ബീറിൻ്റെ വചനങ്ങൾ യഥാർത്ഥത്തിൽ വാരികല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസി തൻ്റെ തുടിപ്പായി കൊണ്ടു നടക്കുന്ന ആദർശമാണ്. ആ ആദർശത്തിൻ്റെ മകുടോദാഹരണമായി ലോകത്ത് കടന്നുപോയ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസമ്പൂർണമായ ജീവിതത്തെ സ്വജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കാനുള്ള വലിയൊരു പ്രചോദനമായി ഈ പെരുന്നാൾ സുദിനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ബലിപെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.